അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിൽ നിന്ന് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം ഹിജ്റ 9-ാം വർഷത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ചരിത്രം സംഗ്രഹിത രൂപത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പറയുന്ന അധ്യാപകന്മാർ എന്നൊക്കെ അർത്ഥത്തിൽ പറയേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് ഈ സമയത്ത് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. അതിലൊന്ന് മസ്ജിദുൽ ലിറാറിന്റെ കഥ നമ്മൾ പറഞ്ഞു. അത് നിശേഷം നാമാവശേഷമാക്കപ്പെട്ടു. അതിന്റെ നിയ്യത്ത് ശരിയായിരുന്നില്ല, മനസ്സിരിപ്പ് ശരിയായിരുന്നില്ല. അതുകൊണ്ട് അത് പൊളിച്ചു കളയുവാൻ അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടതുണ്ട്. അത് പറയുന്നതിന്റെ മുമ്പായി നമ്മളൊരു ആമുഖം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഒരു നയമുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ നയം ചോദിച്ചാൽ, മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. സൂറത്തു ആലി ഇംറാനിലെ 179-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മുഅ്മിനീങ്ങളെ അവരുടെ വഴിക്ക് അള്ളാഹു അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതുവരേക്ക്? അവരുടെ ഇടയിൽ നിന്ന് മ്ലേച്ഛമായതിനെയും നല്ലതിനെയും വേർതിരിക്കുന്നത് വരെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ, ഈ സമുദായത്തെ, ഏറ്റവും പ്രധാനമായി ഈ സമൂഹത്തിന്റെ പ്രഥമ ഘട്ടത്തെ, അതിലെ മാലിന്യം വേറെയും ശുദ്ധമായത് വേറെയുമായി വേർതിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുവാനും നിലനിർത്തുവാനും സംരക്ഷിക്കുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറെ ആൾക്കാരൊക്കെ കാഫറുകൾ, കുറെ ആൾക്കാരൊക്കെ മുഅ്മിനീങ്ങൾ, കുറെ ആൾക്കാരൊക്കെ കള്ളന്മാർ, കുറെ ആൾക്കാരൊക്കെ നിഷ്കളങ്കർ, കുറെ ആൾക്കാരൊക്കെ ശരിയുടെ വക്താക്കൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അങ്ങനെയുള്ള ഒരു ജനതയെ അവതരിപ്പിക്കാനല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് തന്നെ രണ്ടിനെയും വേർതിരിച്ച് വളരെ മാതൃകായോഗ്യമായ ഏത് കാലത്തിനും തിരിഞ്ഞു നോക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും പിന്തുടരുവാനും എല്ലാം പറ്റുന്ന നിലക്കുള്ള ഒരു തലമുറയായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ജനതയെ മാറ്റുക എന്നതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത് വലിയ ഒരു ചിന്തയാണ്. കാരണം മഹാനായ നബിയും മഹാനായ നബിയുടെ സഹാബത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർഗദർശികളാണ്. അവരെ നോക്കി അറിവുള്ളവനും അറിവില്ലാത്തവനും, ബുദ്ധി ഉള്ളവനും ബുദ്ധി ഇല്ലാത്തവനും, ചിന്താശേഷി ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും സന്മാർഗത്തിൽ എത്തിച്ചേരണം. അപ്പൊ അതിന് മാത്രം കാര്യങ്ങൾ സംശുദ്ധമായി യാതൊരു കലർപ്പുമില്ലാതെ അവതരിപ്പിക്കപ്പെടണം. മാത്രമല്ല അത് സംരക്ഷിക്കപ്പെടുകയും വേണം. തബൂക്ക് യുദ്ധത്തിന്റെ കാര്യത്തിൽ അള്ളാഹു അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തബൂക്ക് യുദ്ധത്തിന്റെ ഒരു ആകത്തുക, ഒരുപക്ഷെ ഈ യുദ്ധമുണ്ടായത് റോമക്കാരുമായി ആയുധപ്രയോഗം നടത്താനൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തബൂക്ക് യുദ്ധത്തിൽ ഉണ്ടായതേയില്ല. മുസ്ലിമീങ്ങളുടെ സേന അവിടെ എത്തിയപ്പോഴേക്കും മുസ്ലിമീങ്ങളുടെ സേനയെ അവർ കണ്ട് ഭയപ്പെട്ടു പോവുകയാണല്ലോ ഉണ്ടായത്. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, തബൂക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടപ്പോ ഇറങ്ങിയവരെല്ലാം തികഞ്ഞ മുഅ്മിനീങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും അവരെ നമുക്ക് മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കാൻ കഴിയും. കാരണം മുഅ്മിനല്ലാത്ത കാഫിറോ മുനാഫിക്കോ ആയ ഒരാൾക്ക് ഇത്രയും ദൂരം ഇത്തരമൊരു കാലാവസ്ഥയിൽ യുദ്ധത്തിന് വേണ്ടി പോകുവാനോ ഇറങ്ങുവാനോ പടച്ചട്ട അണിയാനോ ഒന്നും ഒരിക്കലും കഴിയുകയില്ല. അപ്പൊ ആയതുകൊണ്ട് ഈ യുദ്ധത്തിന് വേണ്ടി സന്നദ്ധരായി ഇറങ്ങിയവരെല്ലാം 100% മുഅ്മിനീങ്ങളാണ്. അതേസമയം ഈ യുദ്ധത്തിലേക്ക് മനഃപൂർവ്വം വരാതിരുന്നവർ, അവർ കാഫറുകളാണ് അല്ലെങ്കിൽ മുനാഫിക്കുകളാണ്. ഈ യുദ്ധത്തിൽ പല ആൾക്കാരും മനഃപൂർവ്വം വരാതിരുന്നവർ നബിയുടെ കൺവെട്ടൽ നിന്ന് മാറി രക്ഷപ്പെട്ടത് വളരെ അപൂർവം ചില ആൾക്കാർ മാത്രമാണ്. കുറെ ആൾക്കാർ ചെയ്ത മാർഗം എന്താണെന്ന് വെച്ചാൽ, നബിയെ എന്റെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട്, വീട്ടിൽ ആളില്ല, അല്ലെങ്കിൽ രോഗമാണ്, ഇങ്ങനെ ഓരോ ദുർബലമായ കാര്യകാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവര് യുദ്ധത്തിൽ നിന്ന് ഒഴിവ് കഴിവുകൾ പറയുകയാണ് അധിക ആൾക്കാരും ചെയ്തത്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഒഴിവു കഴിവുകൾ പറഞ്ഞോ അല്ലാതെയോ യുദ്ധത്തിന് എത്തിച്ചേരാതെ വന്ന ആൾക്കാരെല്ലാം ഒന്നാമത്തെ അർത്ഥത്തിൽ മുനാഫിക്കുകളാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച്
വേർതിരിക്കുകയുണ്ടായി ഈ യുദ്ധത്തോടുകൂടെ. അത് പരസ്യമായി തന്നെ അവിടെ രംഗമുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ചില ആൾക്കാര് വരാതിരിക്കാനുള്ള ചില സൂത്രങ്ങൾ ഒപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത അല്ലെങ്കിൽ വിവരം അറിയുമ്പോൾ സഹാബിമാരിൽ ചിലർ നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഉണർത്തും, നബിയെ ഇന്നയാള് മുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പൊ നബി എന്താ പറയുന്നത് വെച്ചാൽ, ദാവോ ഓനെ വിട്ടേക്കൂ, ഫൈൻ യക്കുൻ ഫീഹി ഖൈറുൻ ഫസയൽഹഖുഹുല്ലാഹു ബിക്കും. അവനിൽ ഖൈറുണ്ട് എങ്കിൽ അള്ളാഹ് നിങ്ങളോടൊപ്പം അവനെ എത്തിക്കും. വൈൻകാന ഗൈറ ദാലിക്, അതല്ലാത്തതാണ് എങ്കിലോ ഫഖദ് അറാഹക്കുമുല്ലാഹു മിൻ, അള്ളാഹു അവനിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറയും. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ നമുക്ക് കൃത്യമായി രണ്ട് എന്ന് വിഭജിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അവിടെ 3 സഹാബിമാരുണ്ടായിരുന്നു. ആ 3 സഹാബിമാർ എല്ലാ അർത്ഥത്തിലും നിഷ്കളങ്കരാണ്, സത്യവിശ്വാസികളാണ്, നബിയോടൊപ്പം പല രംഗങ്ങളിലും ഉറച്ചു നിന്നിട്ടുള്ളവരാണ്, യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് സ്വപ്നേബി വിചാരിക്കുന്നില്ലാത്ത ആൾക്കാരുമാണ്, യുദ്ധത്തിന് പോകാൻ കഴിവുള്ള ആൾക്കാരുമാണ്. പക്ഷെ എന്നിട്ടും ആ 3 ആൾക്കാർ ചെറിയ ചെറിയ കാരണങ്ങളാൽ യുദ്ധത്തിനെത്തിയില്ല, യുദ്ധത്തിന് പോയില്ല. അവരെ സംബന്ധിച്ച് നമുക്ക് മുനാഫിക്കുകൾ എന്ന് പറയാൻ അതിൻ്റെതായ പരിമിതിയുണ്ട്. അവരെ അങ്ങനെ ഒറ്റ വാക്കിൽ മുനാഫിക്കുകൾ എന്ന് പറയാൻ കഴിയില്ല എന്നതാണ്. കാരണം അത്രയും നല്ല മോമിനിയങ്ങളായിരുന്നു അവർ. അങ്ങനെയുള്ള 3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത് എന്നത് തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവരെ മുനാഫിക്കുകൾ എന്ന് പറയാൻ കഴിയില്ല പോകാത്തതിന്റെ പേരിൽ, അതേസമയം അവരെ മുഅ്മിനീങ്ങൾ എന്നും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ അവിടെ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ 3 ആൾക്കാരുണ്ടായിരുന്നു. ആ 3 ആൾക്കാർ ആരൊക്കെയെന്ന് ആദ്യം പറയാം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. ഈ 3 പേരാണ് പോകാതിരുന്നത്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തി തന്റെ പള്ളിയിൽ വന്നിരുന്നു. പതിവ് പോലെ യുദ്ധത്തിന് പോരാതിരുന്ന ആൾക്കാർ ഓരോരുത്തരായി നബിയുടെ മുമ്പിൽ വന്നു. അവർ കാരണം പറയാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഏകദേശം 80-ലധികം ആൾക്കാരുണ്ടായിരുന്നു യുദ്ധത്തിന് വരാൻ കഴിയുമായിരുന്നിട്ടും വരാതിരുന്ന ആൾക്കാർ. അവര് നബിയുടെ അടുക്കൽ വന്നു. നബി അവരോട് ചോദിച്ചു, എന്താണ് യുദ്ധത്തിന് വരാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് ഓരോ കാരണങ്ങൾ പറഞ്ഞു. ദുർബലമായിരുന്ന കാരണങ്ങളായിരുന്നു എങ്കിൽ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. കാരണം അതൊന്നും സത്യത്തിൽ ഒരു സത്യവിശ്വാസിയുടെ നല്ല ലക്ഷണമല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാളൊരു കാരണം പറഞ്ഞാൽ അത് സ്വീകരിക്കുക, പിന്നെ അതിന്റെ ഉള്ളിൽ അയാൾ എന്തെല്ലാം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതെല്ലാം അതൊക്കെ അള്ളാഹുവിന് വിടുക. ഇതാണ് അച്ചടക്കമുള്ള സത്യവിശ്വാസികളുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുമ്പിൽ വന്ന് ഓരോ കാരണങ്ങൾ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ആ പരസ്യമായി അവരുടെ കാരണങ്ങൾ സ്വീകരിക്കുകയും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വിടുകയും ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ 3 പേരുടെയും ഊഴം എത്തുകയുണ്ടായി. അവർ 3 പേരും സത്യത്തിൽ ഭയചകിതരാണ്. നബി എന്താണ് പറയുക, അള്ളാഹു എന്താണ് തങ്ങളുടെ കാര്യത്തിൽ തീരുമാനിക്കുക, അത് അവർക്ക് നല്ല ഭയമുണ്ട്. എന്ത് തീരുമാനം വന്നാലും അത് അസഹ്യമായിരിക്കും, അസഹനീയമായിരിക്കുമെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരെന്ത് വിചാരിച്ചു, ഒരു നിമിഷത്തിൽ അവർ വിചാരിച്ചു, കഅബ് മാലിക് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും തൽക്കാലം ഒരു കാരണം പറയാം, നബിയെ സുഖം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അപ്പോ നബി അത് സ്വീകരിക്കും. നബി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യും. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ, നബി അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ ആ പാപം അങ്ങനെ മറിഞ്ഞു പോയേക്കുമെന്ന് കരുതുന്നു. അങ്ങനെ അവരുടെ ഊഴമെത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.